101% വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ്. വീണ്ടും മത്സരമായിട്ട് കാണുന്നതുകൊണ്ട് 4-ാം തീയതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ അഞ്ജലി നായർ എന്ന് ഞാൻ പറയുമ്പോഴും മറ്റൊരു പേരിൽ തന്നെ ഒരു ചില തർക്കങ്ങൾ, നിയമ പോരാട്ടങ്ങൾ ഉണ്ടായി. അഞ്ജലി PV എന്നാണ് കാരണം വർഷങ്ങളായിട്ട് തന്നെ അഞ്ജലി നായർ എന്നാണ് അറിയപ്പെടുന്നത്. അഞ്ജലി PV എന്നുള്ള തന്നെ സ്കൂൾ റെക്കോർഡ്സിൽ മാത്രം ഉപയോഗിച്ച പേരാണ്. അപ്പോൾ അത് വോട്ടിങ്ങിൽ നമ്മളത് പ്രത്യേകിച്ച് അത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തൊരു പേപ്പറാണ് പത്രികയുടെ കൂട്ടത്തിൽ. അത് മിസ്സായി എന്നൊരു മറുപടിയാണ് നമുക്ക് വളരെ ലാഘവത്തോടുകൂടി ലഭിച്ചതും. അപ്പോൾ അതുകൊണ്ട് വോട്ട് ബേസ് കൂട്ടാൻ വേണ്ടിയിട്ടല്ല നായരുവാല് പിടിച്ച് നിൽക്കാനും കോർട്ടിൽ പോയതും ഒക്കെ നമ്മൾ ന്യായത്തിന്റെ ഭാഗത്തായതുകൊണ്ടും എൻ്റെ പേര് അതായതുകൊണ്ടുമാണ് അത്രയും ഫൈറ്റ് ചെയ്തത്. പരസ്യപ്രചരണം അവസാനിക്കാൻ ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തുറയിലെ NDA സ്ഥാനാർത്ഥി അഞ്ജലി നായർക്കൊപ്പമാണ്. ഇവിടെ മരടിലെ തുരുത്ത് ഭഗവതി ക്ഷേത്രത്തിലാണ്. അവിടെ അന്നദാനമാണ്. അവിടെ പങ്കെടുക്കാൻ വേണ്ടി എത്തിയതാണ്. എങ്ങനെ ഈ കഴിഞ്ഞ ഒരു മാസത്തോളമായി എല്ലാ മണ്ഡലത്തിലും കയറി ഇറങ്ങി എങ്ങനെയുണ്ട് പ്രചരണം? എല്ലായിടത്തും കയറി എത്താൻ പറ്റിയോ? ഒരിക്കലും എത്താൻ പറ്റിയിട്ടില്ല. കാരണം വെച്ചാൽ 20 ദിവസം കൊണ്ട് എങ്ങനെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങുക. പിന്നെ കഴിവതും നമ്മൾ റോഡ് ഷോയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റോഡ് ഷോയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ഒരുവിധം കവർ ചെയ്തു. ഇനിയിപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലങ്ങളും കൂടെ ഒന്ന് കേന്ദ്രീകരിച്ച് പോകണമെന്നുണ്ട്. എന്നാൽ പോലും എല്ലാ കോർണറും എത്തിയിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ഇപ്പോൾ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ ഈ ഒരു മാസത്തെ ഒരു പ്രചരണം പൂർത്തിയാക്കുമ്പോൾ? തീർച്ചയായിട്ടും ജനങ്ങളുടെ ഒരു ആവേശവും കൂടെ നിൽക്കുന്ന പ്രവർത്തകരുടെ സപ്പോർട്ടും കൊണ്ട് 101% വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ്. വീണ്ടും മത്സരമായിട്ട് കാണുന്നതുകൊണ്ട് 4-ാം തീയതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ അഞ്ജലി നായർ എന്ന് ഞാൻ പറയുമ്പോഴും മറ്റൊരു പേരിൽ തന്നെ ഒരു ചില തർക്കങ്ങൾ, നിയമ പോരാട്ടങ്ങൾ ഉണ്ടായി. അഞ്ജലി PV എന്നാണ് കാരണം വർഷങ്ങളായിട്ട് തന്നെ അഞ്ജലി നായർ എന്നാണ് അറിയപ്പെടുന്നത്. അഞ്ജലി PV എന്നുള്ള തന്നെ സ്കൂൾ റെക്കോർഡ്സിൽ മാത്രം ഉപയോഗിച്ച പേരാണ്. അപ്പോൾ അത് വോട്ടിങ്ങിൽ നമ്മളത് പ്രത്യേകിച്ച് അത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തൊരു പേപ്പറാണ് പത്രികയുടെ കൂട്ടത്തിൽ. അത് മിസ്സായി എന്നൊരു മറുപടിയാണ് നമുക്ക് വളരെ ലാഘവത്തോടുകൂടി ലഭിച്ചതും. അപ്പോൾ അതുകൊണ്ട് വോട്ട് ബേസ് കൂട്ടാൻ വേണ്ടിയിട്ടല്ല നായരുവാല് പിടിച്ച് നിൽക്കാനും കോർട്ടിൽ പോയതും ഒക്കെ നമ്മൾ ന്യായത്തിന്റെ ഭാഗത്തായതുകൊണ്ടും എൻ്റെ പേര് അതായതുകൊണ്ടുമാണ് അത്രയും ഫൈറ്റ് ചെയ്തത്. പക്ഷേ ഇപ്പം നിങ്ങളെല്ലാവരും മാധ്യമങ്ങൾ അത് വളരെ നന്നായിട്ട് പബ്ലിസിറ്റി കൊടുത്തതുകൊണ്ട് എല്ലാവർക്കും പറയാം അഞ്ജലി PV, അഞ്ജലി നായരൊക്കെ ഞാൻ തന്നെയാണ് എന്നുള്ളത്. എൻ്റെ ചിഹ്നം ചക്കയാണെന്നുള്ളത്. പേരുമാറ്റം നമ്മൾ ബാധിക്കില്ല. തീർച്ചയായിട്ടും ഒരിക്കലുമില്ല. ഞാൻ മാത്രമേ ലേഡി കാൻഡിഡേറ്റ് ആയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു അഞ്ജലിയുടെ ഈ ഒരു പ്രചരണമൊക്കെ വളരെയധികം സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും വൈറലായിട്ടുണ്ട്, ട്രെൻഡായിട്ടുണ്ട്. ചിലപ്പോഴും അങ്ങനെ ഒരു വലിയ രീതിയിലൊരു സെലിബ്രിറ്റി തന്നെയായിരുന്നു ഈ ഒരു എറണാകുളം ജില്ലയിൽ. തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര അതുകൊണ്ടല്ല, എനിക്ക് ഏറെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് മീഡിയയുടെ ഭാഗത്തുനിന്ന്. അത് ഞാൻ വളരെ ബ്ലെസ്ഡ് ആണ്, താങ്ക്ഫുൾ ആണ്. ഇനി എത്രമാത്രം വോട്ട് കൺവേർട്ട് ആവുകയും വരും എന്നുള്ളൊരു ആശങ്ക മാത്രമാണ്. തീർച്ചയായും എന്തായാലും അഞ്ജലിയും വളരെയധികം ആത്മവിശ്വാസം മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ കലാശക്കൊട്ടോട് വെച്ചാണ് കലാശക്കൊട്ട് ഇന്ന് തൃപ്പൂണിത്തുറയിലെ സ്റ്റാച്യൂവിലാണ്. കലാശക്കൊട്ട് തൃപ്പൂണിത്തുറ സ്റ്റാച്യു വെച്ചാണ് ഇവിടെ വളരെയധികം ആത്മവിശ്വാസത്തിൽ NDA ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. ക്യാമറമാൻ രാജേഷ് വടകരയ്ക്കൊപ്പം സിബി ജോസഫ്, മീഡിയ 1 കൊച്ചി.